നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 5 വർഷത്തെ തടവ് ശിക്ഷ സ്റ്റേ ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 4 പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നു. 4 പ്രതികളുടെയും ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു. 4 പ്രതികളുടെയും ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു. മുൻ MLA അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു ഹൈക്കോടതി. CPIM നേതാക്കളായ മുൻ MLA KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, പ്രഭാകരൻ വെളുത്തോളി എന്നിവരുടെ ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഹൈക്കോടതി. മുൻ MLA CPIM നേതാവ് KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി ഈ 4 പേരുടെയും ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഹൈക്കോടതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടവരാണ് ഈ 4 പേരും. നിലവിൽ അവർ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. സ്റ്റേ ചെയ്യപ്പെട്ടതോടുകൂടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അവരെ വിട്ടയക്കേണ്ടി വരും. ഇന്നലെ ഇവരുടെ അപ്പീൽ പരിഗണിക്കാൻ ഹൈക്കോടതി ശ്രമിച്ചിരുന്നു. പക്ഷേ CBI അഭിഭാഷകന്റെ മറുപടിക്കായിട്ട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഇതാ ആ 4 പ്രതികൾക്കും അനുകൂലമായ രീതിയിൽ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു. 4 പേരുടെയും ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പെരിയ ഇരട്ട കൊലപാതക കേസിലെ CPIM നേതാവ് ഉൾപ്പെടെയുള്ള മുൻ MLA അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. 5 വർഷം കഠിന തടവ് ആയിരുന്നു അവരുടെ ശിക്ഷ. അത് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും പെരിയ കേസിലെ 4 പ്രതികൾക്കും ആശ്വാസകരമായ വാർത്തയാണ് അത്. മുൻ MLA ഉൾപ്പെടെയുള്ള 4 പ്രതികൾക്ക് ആശ്വാസകരമായ വാർത്തയാണ് അത്. KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി എന്നീ 4 പേരുടെയും ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അവർക്ക് 5 വർഷം കഠിന തടവായിരുന്നു നേരത്തെ വിധിച്ചിരുന്നത്. നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന അവർക്ക് ഈ സ്റ്റേയുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. ഓർക്കുക, കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കൊച്ചിയിലെ CBI കോടതി ഈ 4 പ്രതികളടക്കം 14 പേരെ ശിക്ഷിച്ചത്. അതിൽ 4 പ്രതികളുടെ ശിക്ഷയ്ക്കാണ് ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നത്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ 5 വർഷത്തെ തടവ് ശിക്ഷ സ്റ്റേ ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 4 പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. 4 പ്രതികളുടെയും ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. CPIM നേതാക്കളായ മുൻ MLA KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, പ്രഭാകരൻ വെളുത്തോളി എന്നിവരാണ് കോടതിയെ സമീപിച്ചത്. ഈ 4 പ്രതികൾക്കും ശിക്ഷ വിധിക്കപ്പെട്ട വേളയിൽ പ്രതിപക്ഷം നേതാക്കളടക്കം അത് CPIMന്റെ അക്രമ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ആത്യന്തിക വിധി എന്നുള്ള നിലയിൽ സംസാരിച്ചിരുന്നു. ശിക്ഷ കുറഞ്ഞുപോയി എന്ന് വാർത്തകൾ വന്നിരുന്നു. എന്ന് മാത്രമല്ല, കൊല്ലപ്പെട്ട കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബാംഗങ്ങൾ പലരും ആ വിധി കേട്ട് കരയുകയും ആ വിധിയിൽ തൃപ്തരായിരുന്നില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അവരെ സംബന്ധിച്ചിട്ട് ദുഃഖകരമായ വാർത്തയാണ് ഈ പ്രതികളെ ഇപ്പോൾ അവരുടെ ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ CPIMനും LDFനും സംസ്ഥാന സർക്കാരിനും ആശ്വാസകരമായ വാർത്തയായിട്ട് ഇത് മാറുന്നു. തങ്ങൾ കേസുമായി മുന്നോട്ട് പോകും, ആത്യന്തികമായ വിധിയല്ലല്ലോ ഇത്, നിയമ സംവിധാനത്തിന് ഇനിയും ഉയർന്ന തലങ്ങളുണ്ടല്ലോ എന്നാണ് അന്ന് ഈ വിധി വന്ന ദിവസം LDF കൺവീനർ TP രാമകൃഷ്ണൻ തന്നെ പ്രതികരിക്കുകയുണ്ടായത്. ആ രീതിയിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സ്റ്റേ ഉണ്ടായിരിക്കുന്നു. മുൻ MLA അടക്കമുള്ള പ്രതികളുടെ ശിക്ഷ സ്റ്റേ ചെയ്തിരിക്കുന്നു. KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ വെളുത്തോളി എന്നിവർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഇനി ഇറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാവുന്ന രീതിയിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഓർക്കുക, പെരിയ ഇരട്ടക്കൊലപാതക കേസ് 5 വർഷത്തെ തടവ് ശിക്ഷയായിരുന്നു. അത് കഠിന തടവായിരുന്നു. അത് സ്റ്റേ ചെയ്തുകൊണ്ട് ജാമ്യം അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ട് 4 പ്രതികൾ നൽകിയ അപ്പീലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CBI തങ്ങൾക്ക് നേരെ ഇല്ലാത്ത കേസുകൾ കെട്ടിച്ചമയ്ക്കുകയാണ് ചെയ്തത് എന്നതടക്കമുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു. ആ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വിശദാംശങ്ങളോടുകൂടി ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും അവരുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരിക്കുകയാണ്. ബാക്കി വിവരങ്ങൾ ഭദ്ര ചന്ദ്ര പങ്കുവയ്ക്കുന്നു. ഭദ്ര.
MS എന്തായാലും MS സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 4 പ്രതികൾക്കും ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ളൊരു വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. മുൻ MLA KV കുഞ്ഞിരാമൻ അടക്കമുള്ളവരുടെ ശിക്ഷയാണ് ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. 5 വർഷം കഠിന തടവിനായിരുന്നു CBI കോടതി ശിക്ഷ വിധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നാലെയാണ് 4 പ്രതികളും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചത്. അത് ഇന്നലെയായിരുന്നു ശരിക്ക് പരിഗണിക്കേണ്ടിയിരുന്നത്. പക്ഷേ CBIയുടെ അഭിഭാഷകൻ ഇന്നലെ ഹാജരായില്ല. അതേ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും 4 പേർക്കും ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഈ കൃപേഷിനെയും അതുപോലെ തന്നെ ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രതി ഈ കൃത്യം നടന്നതിന് ശേഷം ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരു കാറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അതിനുശേഷം ഒരു പ്രാദേശിക ലേഖകനും അതുപോലെ തന്നെ പ്രാദേശിക ലേഖകൻ ഈ ഒരു വിവരം അത് ബേക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബേക്കൽ പോലീസാണ് ഈ കേസിന് തുടരന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം CBI കോടതിയിലേക്ക് കേസ് എത്തുന്ന പക്ഷം ഈ ബേക്കൽ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഈ പ്രാദേശിക ലേഖകരുടെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വാദം കേട്ടതിന് ശേഷമാണ് ഒരു നിർണായകമായിട്ടുള്ള വിധി പ്രസ്താവം ഉണ്ടായത്. ഈ 5 വർഷം കഠിന തടവ് വിധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിൽ 4 പ്രതികളായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇവർക്ക് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. നിലവിലെ ഒരു സാഹചര്യം വെച്ച് ഇവർക്ക് ജാമ്യത്തിൽ തുടരാവുന്നതാണ്. ഭദ്രചന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 5 വർഷത്തെ തടവ് ശിക്ഷ സ്റ്റേ ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 4 പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നു. അവരുടെ ശിക്ഷയ്ക്ക് സ്റ്റേ നൽകിയിരിക്കുന്നു. 5 വർഷത്തെ തടവ് ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നു. CPIM നേതാക്കളായ മുൻ MLA KV കുഞ്ഞിരാമൻ, മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, പ്രഭാകരൻ വെളുത്തോളി എന്നിവരുടെ ശിക്ഷയാണ് കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. 5 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട 4 പേരും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. സ്വാഭാവികമായിട്ടും ഈ സ്റ്റേ ലഭിച്ചതോടുകൂടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അവർ ഇറങ്ങി വരും. സ്വാഭാവികമായിട്ടും ഈ 4 പ്രതികളെയും ജയിലിലേക്ക് കയറ്റുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം നടത്തിയ ശ്രമങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിലെ കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കിടയാക്കുകയും CPIM എന്ന് പറയുന്നത് ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് എന്ന് കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ KC വേണുഗോപാൽ അടക്കമുള്ളവർ പറയുകയും ചെയ്തിരുന്നു. ആ അർത്ഥത്തിൽ വലിയ രീതിയിൽ CPIM-നെ സംബന്ധിച്ചിട്ടും LDF-നെ സംബന്ധിച്ചിട്ടും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടും വലിയ പ്രതിരോധത്തിലാകേണ്ടി വന്ന സംഭവമായിരുന്നു ആ ശിക്ഷാവിധി. ഇപ്പോൾ ഇതാ ആ ശിക്ഷാവിധി സ്റ്റേ ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആത്യന്തികമായിട്ട് അവരെ വിട്ടയക്കുകയോ അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് വരികയോ എല്ലാം മറിച്ച് സ്റ്റേ മാത്രമാണ് എന്ന കാര്യം ഓർക്കേണ്ടതുണ്ട്. പക്ഷേ നിയമപരമായിട്ട് മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും. ഇത് ആത്യന്തികമായിട്ടുള്ള വിധിയല്ല എന്ന് അന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുകയുണ്ടായി. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന രീതിയിലാണ്. ഇപ്പോൾ നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ട് CBI ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, തങ്ങളുടെ മേൽ കുറ്റം ചാർത്തിയതാണ്, കെട്ടിച്ചമച്ചതാണ് എന്നുള്ള ആരോപണങ്ങൾ, അവരുടെ വാദങ്ങൾ, ആ വാദങ്ങൾ ഹൈക്കോടതി അംഗീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ മാത്രമേ നമ്മൾക്കറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ CPIM-നെ സംബന്ധിച്ചിട്ടും ഈ പ്രതികളെ സംബന്ധിച്ചിട്ടും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടും ഇടതുപക്ഷ പ്രവർത്തകരെ സംബന്ധിച്ചിട്ടും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ മറുവശം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെയും കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ബന്ധുക്കളുടെയും ഫോൺ സംഭാഷണങ്ങൾ, അവരുമായിട്ട് തത്സമയമുള്ള ഫോൺ സംഭാഷണങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശരത് ലാലിൻ്റെ അച്ഛൻ സത്യനാരായണന് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ബന്ധുക്കൾക്ക് ഈ വാർത്തയോട് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് നമുക്കറിയേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്കെല്ലാവർക്കും നിരാശയായിരിക്കുമെന്ന് മാത്രമല്ല, ഈ 4 പ്രതികൾക്കും ശിക്ഷ വിധിച്ച അന്നത്തെ ദിവസം ആ ശിക്ഷാവിധി പോരാ എന്നും അതിലുപരി വധശിക്ഷയാണ് വേണ്ടിയിരുന്നത് എന്നും ഒക്കെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും ബന്ധുക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇതാ ആ ശിക്ഷയിൽ നിന്ന് പോലും സ്റ്റേ ചെയ്യപ്പെടുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പ്രതികളെ ഇറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ വലിയ നിരാശയിലേക്ക് അവർക്ക് പോകേണ്ടി വരും. ആ നിരാശ അവർക്ക് പ്രകടിപ്പിക്കേണ്ടി വരും. പക്ഷേ CPIM-ഉം സംസ്ഥാന സർക്കാരും ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രീതിയിൽ ഏതറ്റം വരെ നിയമപരമായിട്ട് മുന്നോട്ട്
പോകുമോ അതേ അറ്റത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങളും ഈ കുടുംബാംഗങ്ങളുടെ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ ഇരകളായ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബാംഗങ്ങളുടെ കൂടെയുണ്ട് എന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ അടക്കമുള്ളവർ പറഞ്ഞത് ഓർക്കുകയും ചെയ്യണം. ആ അർത്ഥത്തിൽ ഇത് തുടർച്ചയുള്ള ഒരു വാർത്തയായിട്ട് മാറുകയും ചെയ്യും ഈ നിമിഷങ്ങളിൽ.